എല്ലാ സൗഭാഗ്യവും ഒന്നിച്ചു വന്നപ്പോൾ ഒന്ന് കൊടുത്തില്ലാതിനായി ജല്ല ജലാലായ റബ്ബോടിരവോദാൻ അവളും മറന്നില്ല. എല്ലാ സൗഭാഗ്യവും ഒന്നിച്ചു വന്നപ്പോൾ ഒന്നു കൊടുത്തില്ലാതിനായി ജല്ല ജലാലായ റബ്ബോടിരവോദാൻ അവളും മറന്നില്ല. മാസങ്ങൾ വർഷങ്ങളായിട്ടും കാണാനൊരു കുഞ്ഞു പിറന്നില്ല എന്നെന്നും മനതാരിലേറുന്ന നീറ്റലകറ്റുവാൻ മാർഗവും കണ്ടില്ല. മാസങ്ങൾ വർഷങ്ങളായിട്ടും കാണാനൊരു കുഞ്ഞു പിറന്നില്ല എന്നെന്നും മനതാരിലേറുന്ന നീറ്റലകറ്റുവാൻ മാർഗവും കണ്ടില്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള സൗഭാഗ്യം ജമീലയ്ക്ക് കൈവന്നില്ല. അക്കാര്യം ഓർക്കുമ്പോൾ അവളുടെ മനസ്സ് പിടയുകയായിരുന്നു. ജമീലയ്ക്ക് ഒരു നിമിഷം വിശ്രമിക്കാൻ പോലും ഒഴിവുണ്ടായിരുന്നില്ല. ജോലിക്കാരും വേലക്കാരും കുടുംബക്കാരും ചെമ്പൂത്ത് തറവാട്ടിലെ ഓരോ ദിവസവും തിരക്ക് പിടിച്ചതായിരുന്നു. സ്വന്തം വീട്ടിൽ പോയി പെറ്റുമ്മയെ ഒരു നോക്ക് കാണാൻ പോലും അവൾക്ക് അവസരമുണ്ടായിരുന്നില്ല. വർഷത്തിലൊരിക്കൽ മാത്രമേ സ്വന്തം വീട്ടിലേക്ക് പോകുവാൻ അവൾക്ക് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതും മണിക്കൂറുകൾ മാത്രം. രാവിലെ കാറിൽ കൊണ്ടുപോയി വീട്ടിൽ വിട്ടാൽ വൈകുന്നേരം മുഹമ്മദ് ഹാജിയുടെ മകൻ പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോരുകയും ചെയ്യും. ജമീലോട് വരാൻ വേണ്ടി ഉമ്മയും സഹോദരന്മാരും പലതവണ പറഞ്ഞയക്കാറുണ്ട്. പക്ഷേ അതൊന്നും ചെമ്പൂത്ത് തറവാട്ടിലെ തിരക്ക് പിടിച്ച ഭിത്തികൾക്കുള്ളിൽ ശ്രദ്ധിക്കപ്പെടാറില്ല. നാലുകെട്ടിനുള്ളിൽ നിന്നും പൈങ്കിളി കരഞ്ഞു, നാലുപാടും പാറിപ്പോവാൻ ആശയും നിറഞ്ഞു. നാലുകെട്ടിനുള്ളിൽ നിന്നും പൈങ്കിളി കരഞ്ഞു, നാലുപാടും പാറിപ്പോവാൻ ആശയും നിറഞ്ഞു. നീറിടുന്ന നൊമ്പരത്താൽ പെൺമണി കഴിഞ്ഞു, നാരിയാളുടെ കനവിലെന്നും ഉമ്മയും തെളിഞ്ഞു. നീറിടുന്ന നൊമ്പരത്താൽ പെൺമണി കഴിഞ്ഞു, നാരിയാളുടെ കനവിലെന്നും ഉമ്മയും തെളിഞ്ഞു. ചെമ്പകത്ത് വീട്ടിൽ നിന്നതിനൊന്നുമേ വഴിയില്ല, ചിന്തയാൽ വേവുന്ന പെണ്ണീനാശകൾക്കതിരില്ല. ചെമ്പകത്ത് വീട്ടിൽ നിന്നതിനൊന്നുമേ വഴിയില്ല, ചിന്തയാൽ വേവുന്ന പെണ്ണീനാശകൾക്കതിരില്ല. സ്വത്തും സുഖവും ഒന്നുകൊണ്ട് കാര്യവും കണ്ടില്ല, സ്വസ്ഥതയില്ലാത്ത ജീവിതം മാറ്റിത്താ നീ അല്ലാ. സ്വത്ത് സുഖവും ഒന്നുകൊണ്ട് കാര്യവും കണ്ടില്ല, സ്വസ്ഥതയില്ലാത്ത ജീവിതം മാറ്റിത്താ നീ അല്ലാ. ജമീല ഒരു മെഴുകുതിരി പോലെ ചെമ്പൂത്ത് തറവാട്ടിൽ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അവളുടെ അന്തരാത്മാവിൽ കാത്തുസൂക്ഷിക്കുന്ന അദമ്യമായ ആഗ്രഹം ഇതേവരെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. സ്വാർത്ഥികളായ കുബുദ്ധികൾ നിർമ്മിച്ച വേലിക്കെട്ടിനുള്ളിൽ പുഷ്പിക്കാത്ത ഒരു മുൾച്ചെടി എന്നോണം അവൾ മരവിക്കുകയായിരുന്നു. ബാഹ്യമായ സുഖസംതൃപ്തിയിൽ മാത്രം ഉല്ലസിക്കാനേ ചെമ്പൂത്ത് തറവാട്ടിൽ അവൾക്ക് അവകാശമുണ്ടായിരുന്നുള്ളൂ. നാളെക്കുറിച്ചുള്ള ആശങ്കകൾ അവളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കട്ടപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം പെട്ടെന്ന് മുഹമ്മദ് ഹാജിക്ക് ഹൃദ്രോഗം പിടിപെട്ടത്. കിടന്നുറങ്ങി പാതിര കഴിഞ്ഞ നേരം വന്നു, കടുപ്പമേറും വേദനയാൽ ഹാജിയും തളർന്നു. കിടന്നുറങ്ങി പാതിര കഴിഞ്ഞ നേരം വന്നു, കടുപ്പമേറും വേദനയാൽ ഹാജിയും തളർന്നു. അടിമുടി തകർന്ന
മുഹമ്മദ് ഹാജിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. സന്ദർശകരെല്ലാം കണിശമായും നിയന്ത്രിച്ചു. ഇളകാനും സംസാരിക്കാനും പാടില്ല. തീനും കുടിയുമെല്ലാം കിടക്കയിൽ കിടന്ന് മാത്രം നിർവഹിക്കണം. ഇത് ഫസ്റ്റ് അറ്റാക്കാണ്. വളരെ ശ്രദ്ധിക്കണം. ഡോക്ടർ താക്കീത് നൽകി. 1 മാസം ആശുപത്രിയിൽ കഴിച്ചുകൂട്ടി. ഒരുവിധം സുഖമായപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. 1 മാസമായപ്പോഴേക്കും ജമീല ആകെ തളർന്നു കഴിഞ്ഞിരുന്നു. അവൾ രാപ്പകലില്ലാതെ മുഹമ്മദ് ഹാജിയെ ശുശ്രൂഷിച്ചു. അവരുടെ ആത്മാർത്ഥമായ ശുശ്രൂഷ കൊണ്ടാണ് തൽക്കാലം മുഹമ്മദ് ഹാജി രക്ഷപ്പെട്ടത്. ജമീലയുടെ ത്യാഗം എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടു. സ്നേഹസമ്പന്നയായ ഒരു ഭാര്യയിൽ നിന്ന് ലഭിക്കാവുന്ന കറകളഞ്ഞ പെരുമാറ്റമായിരുന്നു മുഹമ്മദ് ഹാജിക്ക് ജമീലിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് എല്ലാമായി മുഹമ്മദ് ഹാജി മാത്രമേ ഉള്ളൂ എന്ന സത്യം നന്നായി അറിയാമായിരുന്നു. അവശയും ക്ഷീണിതയുമായ ജമീലയെ കാണുമ്പോൾ മുഹമ്മദ് ഹാജിയുടെ ഉള്ളു വേദനിക്കും. ജമീല ആകപ്പാടെ മെലിഞ്ഞുണങ്ങി ശോഷിച്ചിരുന്നു. മുഹമ്മദ് ഹാജിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. 1 മാസം സ്വന്തം വീട്ടിൽ പോയി വിശ്രമിക്കാൻ ജമീലയോട് അദ്ദേഹം നിർദ്ദേശിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ജമീല വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു. പോകാനൊരുങ്ങി ജമീല തടുത്തു ചെന്ന് പൂമുഖം കൊണ്ടവൾ മുത്തം കൊടുത്തിടുന്നു. പോകാനൊരുങ്ങി ജമീല തടുത്തു ചെന്ന് പൂമുഖം കൊണ്ടവൾ മുത്തം കൊടുത്തിടുന്നു. കഥനങ്ങൾ കണ്ണു നീർത്തുള്ളിയായി ഉറ്റി വീണു കരളും പോരിഞ്ഞും കൊണ്ടന്നു ജമീല പോന്നു. കഥനങ്ങൾ കണ്ണുനീർ തുള്ളിയായി ഉറ്റി വീണ് കരളും പോരിഞ്ഞു കൊണ്ടന്ന് ജമീല പോന്നു. ജമീല സ്വന്തം വീട്ടിലെത്തിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. ഉമ്മയും സഹോദരങ്ങളും ഒരുമിച്ചുള്ള ജീവിതം അവൾക്ക് ഉന്മേഷം നൽകി. എങ്കിലും ഭർത്താവിനെ കുറിച്ചുള്ള വ്യാകുല ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം എല്ലാവരും ഉമ്മറത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. പല തമാശകളും പറഞ്ഞ് അവർ രസിക്കുകയാണ്. അതാ ആരോ ഒരാൾ പടി കയറി വരുന്നു. പോസ്റ്റ്മാൻ ഇക്കാക്കയുടെ നേരെ ഒരു കടലാസ് നീട്ടി. കടലാസിൽ ഒപ്പിട്ട് കൊടുത്ത് കത്ത് വാങ്ങി. കത്തിലെ വിവരം അറിയാനുള്ള ജിജ്ഞാസയോടെ എല്ലാവരും ഇക്കാക്കയുടെ ചുറ്റും കൂടി. അദ്ദേഹം കത്ത് പൊളിച്ചു വായിച്ചു. നെറ്റിക്കുന്നിൽ കുഞ്ഞു മുഹമ്മദ് അവറുകൾ അറിയേണ്ടതിന്: മാന്യരെ, അസ്സലാമു അലൈക്കും. നിങ്ങളുടെ സഹോദരി ജമീലയും ഞാനും തമ്മിലുള്ള വിവാഹബന്ധം താഴെ പറയുന്ന സാക്ഷികൾ മുഖാന്തരം വേർപെടുത്തിയിരിക്കുന്നതായി ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു എന്ന് ചെമ്പകത്ത് മുഹമ്മദ് ഹാജി. ആ കത്തിലെ വിവരമറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവർ സ്തബ്ധരായിപ്പോയി. ജമീലയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. അവൾക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. സ്വന്തം വീട്ടിൽ പോയി 1 മാസം വിശ്രമിക്കാൻ സ്നേഹത്തോടെ യാത്രയച്ച ആ മനുഷ്യൻ ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്യാനുള്ള കാരണം എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. സ്നേഹത്തിൽ സ്വപ്നത്തിൽ കൂടി നനയ്ക്കാത്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അവൾക്ക് ഒന്നും ഉരിയാടാൻ പോലും കഴിഞ്ഞില്ല. അവൾ തേങ്ങി കരഞ്ഞു. ഉമ്മയും സഹോദരങ്ങളും ജമീലയെ പലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. നവൊട്ടി ദുഃഖം കവിഞ്ഞല്ലോ, പെണ്ണിൻ നല്ലും പകൽ ചിന്തയാണല്ലോ, ജീവിതം വാടി കരിഞ്ഞല്ലോ, മുത്ത് ജമീല താകെ തകർന്നല്ലോ. പണപൊട്ടി ദുഃഖം കവിഞ്ഞല്ലോ, പെണ്ണിൽ നല്ലോ പകൽ ചിന്തയാണല്ലോ, ജീവിതം വാടിക്കരിഞ്ഞല്ലോ, മുത്ത് ജമീല താകെ തകർന്നല്ലോ. ഉള്ളഴിഞ്ഞൊട്ടേറെ സ്നേഹം കൊടുത്തിട്ടും ഊണുറക്കില്ലാതെ സേവനം ചെയ്തിട്ടും എല്ലുമുറിയോളം വേലയെടുത്തിട്ടും എല്ലാം മറന്നീതം ചെയ്തവരെന്നിട്ടും ഓർക്കുമ്പോളാകെ തളരുന്നു, ഓരോന്നോർത്ത് നെടുവീർപ്പയയ്ക്കുന്നു. ഉമ്മ ഇത് കണ്ടുരുകുന്നു, ഉറ്റോരുടയോരും വിധിയെന്നുരയുന്നു. ഇനി നമുക്ക് ചെമ്പകത്ത് തറവാട്ടിലേക്ക് മടങ്ങാം. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? മുഹമ്മദ് ഹാജിയുടെ മരിച്ച ഭാര്യ സുഹ്റാബിയുടെ സഹോദരനാണ് മുണ്ടാത്തൂർ ഹസനാജി.
അദ്ദേഹം വലിയ പണക്കാരനും മഹാദുഷ്ടനും കുതന്ത്രക്കാരനുമാണ്. മുഹമ്മദ് ഹാജിക്ക് ഹൃദ്രോഗം പിടിപെട്ട് കിടപ്പായപ്പോൾ കഴുകന്റെ ദൃഷ്ടിയും കാക്കയുടെ സൂത്രമുള്ള ആ മനുഷ്യൻ രംഗത്ത് വന്നു. മുഹമ്മദ് ഹാജിയുടെ മക്കൾക്കാണെങ്കിൽ ജമീലുണ്ടായിരുന്ന സ്നേഹം വെറും കപടനാടകം മാത്രമായിരുന്നു. മുഹമ്മദ് ഹാജി ഇനി അധികം കാലം ജീവിക്കില്ലെന്ന് അവർ ഉറപ്പിച്ചു. അദ്ദേഹം മരണപ്പെട്ടാൽ ഈ വമ്പിച്ച സ്വത്തിന് ജമീലയും അവകാശിയായി തീരും. അത് സഹിക്കാനും പൊറുക്കാനും മുഹമ്മദ് ഹാജിയുടെ മക്കൾക്കും ഹസനാജിക്കും കഴിഞ്ഞില്ല. പണത്തിൽ കൊതി മൂത്ത പഹയന്മാരെല്ലാരും ഒത്തൊരുമിച്ചങ്ങ് കൂടുന്നു. പറ്റാത്തതോരൊന്നും ചെയ്താളെ വഞ്ചിക്കാൻ ഓരോരോ വേലകൾ കൂട്ടുന്നു. പണത്തിൽ കൊതി മൂത്ത പകയന്മാരെല്ലാരും ഒത്തൊരുമിച്ചങ്ങ് കൂടുന്നു. പറ്റാത്തതോരൊന്നും ചെയ്താളെ വഞ്ചിക്കാൻ ഓരോരോ വേലകൾ കൂട്ടുന്നു. മുഹമ്മദ് ഹാജിയെ പറഞ്ഞു തിരിപ്പിച്ചു. മനവി ജമീലായെ മൊഴിയവർ ചൊല്ലിച്ചു. പൊറുക്കാത്ത പാവങ്ങൾ പലതും പ്രവർത്തിച്ചു. പണത്തിൻ തിളക്കത്തിൽ ഇബ്ലീസായി വർത്തിച്ചു. മക്കളും ഹസനാജിയും മരുമക്കളും പേരക്കിടാങ്ങളും. സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി കഠിന ത്യാഗം സഹിച്ച ജമീലെ കണ്ണിൽ ചോരയില്ലാതെ പറിച്ചെറിയാൻ അവർ ഗൂഢാലോചന നടത്തി. അനിവാര്യമായ അവസരത്തിൽ മാത്രം ശരീഅത്ത് അനുവാദം നൽകിയ തലാഖ് എന്ന ആ ആയുധമെടുത്ത് പ്രയോഗിക്കാൻ അവർ ഒരുമ്പെട്ടു. ഈ ക്രൂരകൃത്യം ചെയ്യാൻ മുഹമ്മദ് ഹാജിക്ക് മനസ്സ് വന്നില്ല. അദ്ദേഹത്തിന് നേരെ പല നിലയിലും അവർ സമ്മർദ്ദം ചെലുത്തി. സ്വാധീന ശക്തിയുള്ള ഹസനാജിയുടെ ശക്തമായ പ്രേരണയിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ മുഹമ്മദ് ഹാജിക്ക് സാധിച്ചില്ല. കടുത്ത സമ്മർദ്ദത്തിന്റെ കൂരമ്പുകൾക്കിടയിൽ രോഗിയായ മുഹമ്മദ് ഹാജി നിസ്സഹായനായി. ദുഷ്ടന്മാരായ സ്വാർത്ഥമോഹികളുടെ ചൂഷണത്തിൽ ജമീല ആഹുതി ചെയ്യപ്പെട്ടു. ചെമ്പകത്ത് വീട്ടിലെ കൊല കൊമ്പനു ചരിഞ്ഞു. ചേതി കേട്ട് മുത്തു ജമീലത്തിനുൾ പിടഞ്ഞു. ചെമ്പകത്ത് വീട്ടിലെ കൊല കൊമ്പനു ചരിഞ്ഞു. ചേതി കേട്ട് മുത്തു ജമീലത്തിനുൾ പിടഞ്ഞു. സ്വാർത്ഥമോഹികൾക്കൊക്കെയും സന്തോഷവും പൊടിഞ്ഞു. സ്വത്ത് സ്വന്തമായി ലഭിക്കാൻ അന്നവർ തുനിഞ്ഞു. സ്വാർത്ഥമോഹികൾക്കൊക്കെയും സന്തോഷവും പൊടിഞ്ഞു. സ്വത്ത് സ്വന്തമായി ലഭിക്കാൻ അന്നവർ തുനിഞ്ഞു. ജമീലയുടെ കുടുംബം വേദനകൾ കടിച്ചിറക്കി ദിനരാത്രങ്ങൾ തള്ളി നിൽക്കുകയായിരുന്നു. മുഴുചൊല്ലിയ വിഷമത്തിൽ നിന്നും ജമീല സാവധാനം രക്ഷപ്പെട്ടു വരികയാണ്. അപ്പോഴാണ് ഈ വാർത്ത അവൾ കേൾക്കുന്നത്. മുഹമ്മദ് ഹാജിക്ക് വീണ്ടും വേദന വന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു കഴിഞ്ഞിരുന്നു. മാസങ്ങൾ കൊഴിഞ്ഞല്ലോ മനസുഖം വിരിഞ്ഞല്ലോ. മാസങ്ങൾ കൊഴിഞ്ഞല്ലോ മനസുഖം വിരിഞ്ഞല്ലോ. മറക്കാനും പൊറുക്കാനും പഠിച്ചുവല്ലോ. മുത്ത് ജമീല വീരവതി കഴിയുന്നല്ലോ. മാസങ്ങൾ കൊഴിഞ്ഞല്ലോ മനസുഖം വിരിഞ്ഞല്ലോ. മറക്കാനും പൊറുക്കാനും പഠിച്ചുവല്ലോ. മുത്ത് ജമീല വീരവതി കഴിയുന്നല്ലോ. ഉലകങ്ങൾ കാതിരിട്ട് പുതുമോഹം വിതളിട്ട്. ഉലകങ്ങൾ കാതിരിട്ട് പുതുമോഹം വിതളിട്ട്.
ഒരു സുപ്രഭാതം പൊട്ടിവിടർന്നു. പകലേശന്റെ വെള്ളിക്കതിരുകൾ വീടിന്റെ ജനലഴികളുടെ ഉള്ളിലേക്ക് ഊർന്നിറങ്ങി. ഒരു കൊച്ചു തൈമണിത്തെന്നൽ ജമീലയെ തലോടി കടന്നുപോയി. പള്ളിയിലെ ഖാദി അലവി മൗലവി കടന്നു വരുന്നു. ഉമ്മയും സഹോദരനും ഉമ്മറത്തേക്ക് ഓടിച്ചെന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മൗലവി ഇരിക്ക്. കുഞ്ഞു മുഹമ്മദ് ആദരവോടെ നിന്നു. പതിവില്ലാതെ മൗലവി ഇങ്ങോട്ട് വരാൻ എന്താണ് കാരണം? ശോകഭാരവും പേറി വാതിലിന് മറവിൽ നമ്പർ ശേഷിക്കായി നിന്ന ജമീലയെ മൗലവി കണ്ടിരുന്നില്ല. നിങ്ങളുടെ പഴയ അളിയൻ മുഹമ്മദ് ഹാജി മരിച്ച വിവരം അറിഞ്ഞില്ലേ? അറിഞ്ഞു. ജമീലയെ മൊഴി ചൊല്ലിട്ട് എത്ര കാലമായി? നീണ്ടുവെളുത്ത ധാടിയിൽ തലോടിക്കൊണ്ട് മൗലവി വീണ്ടും ചോദിച്ചു. 2.5 മാസം. ശരി, അവൾക്ക് മുഹമ്മദ് ഹാജിയുടെ സ്വത്തിന് അവകാശമുണ്ട്. എന്ത്? അയാൾ അവളെ തലാക്ക് ചൊല്ലിയതായി രേഖാമൂലം അറിയിച്ചിട്ടുണ്ടല്ലോ. കുഞ്ഞു മുഹമ്മദ് അത്ഭുതത്തോടെ മറുപടി പറഞ്ഞു. തലാക്ക് ചൊല്ലിയത് ശരി തന്നെ. പക്ഷേ ഇദ്ദയുടെ കാലാവധി കഴിയുന്നതിന് മുൻപ് ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് സ്വത്ത് അവകാശമുണ്ട്. അതാണ് ശരിയത്ത്. ഖാദിയുടെ വാക്ക് കേട്ട് അത്ഭുതവും സന്തോഷവും കലർന്ന മുഖഭാവത്തോടെ കുഞ്ഞു മുഹമ്മദ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. അകത്ത് വാതിലിന്റെ മറവിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്ന ജമീലയിൽ അമൃതവർഷം പോലെ ആ വാക്കിൽ കുളിരണിയിച്ചു. അങ്ങനെ ദുഃഖത്തിന്റെ നീർക്കയത്തിൽപ്പെട്ട് നിരാലംബരായി കഴിഞ്ഞുകൂടിയിരുന്ന ആ കുടുംബത്തിന് മഹത്തായ ശരീഅത്ത് രക്ഷയുടെ തണലേകി. ശരി